ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. പലരുടെ മനസ്സിലുള്ള ഒരു വലിയൊരു സംശയമാണ്, നമ്മുടെ വാഹനത്തിന്റെ ബ്രേക്ക് പാഡ് നന്നായിട്ട് ഓടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിന്റെ ബ്രേക്കിംഗ് സിസ്റ്റം എല്ലാം നല്ല അടിപൊളിയാണ്. കാരണം നമ്മൾ ബ്രേക്ക് ചവിട്ടുന്നതനുസരിച്ച് അതുപോലെ ഫോഴ്സിൽ തന്നെ നമുക്ക് ബ്രേക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ കുറച്ച് പേരെങ്കിലും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഷോറൂമിൽ സർവീസിന് കൊണ്ടു കൊടുത്തു അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സർവീസിന് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവർ വിളിച്ചു പറഞ്ഞു വാഹനത്തിന്റെ ബ്രേക്ക് പാഡ് തീരാറായി. അതെന്തുകൊണ്ടാ? കാരണം അന്നേരം കൊണ്ട് കൊടുക്കുന്നത് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. നല്ല രീതിക്ക് ബ്രേക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. എന്ന് പറയുന്നവര് മെയിനായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം, ബ്രേക്ക് തീർന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ബ്രേക്ക് പാഡ് തീർന്ന സമയത്ത് ബ്രേക്ക് കിട്ടത്തില്ല എന്നുള്ളൊരു ധാരണ തെറ്റാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് പാഡ് അങ്ങ് അറ്റം വരെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് വരെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ ബ്രേക്ക് പാഡ് തേഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു മെറ്റലാണ് വരുന്നത്. ആ മെറ്റലും ഒരേന്ന് വെച്ച് നമുക്ക് കേൾക്കും, അന്നേരവും ബ്രേക്ക് കിട്ടും. അപ്പൊ എന്തുകൊണ്ടാ ബ്രേക്ക് കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റൽ ടു മെറ്റൽ പിടുത്തം വന്ന് അത് ഗ്രൈൻഡ് ചെയ്താലും ബ്രേക്ക് പിടിക്കാൻ നോക്കും. പക്ഷേ ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രേക്കിന്റെ മെറ്റീരിയൽ തീർന്നു കഴിഞ്ഞാൽ, അതായത് ഒരു ബ്രേക്ക് പാഡിന്റെ മെറ്റീരിയൽ തീർന്നു കഴിഞ്ഞാൽ അത് നേരെ ഈ ബ്രേക്ക് ഡിസ്കിലോട്ട് പിടിച്ചു കഴിയുമ്പോൾ പിന്നെ ഒരു മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്ട് വരും. നമ്മുടെ വാഹനത്തിന്റെ ബ്രേക്ക് ഡിസ്ക് തേഞ്ഞു പോകും. ഇത് തേഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? ഉറപ്പായിട്ടും ബ്രേക്ക് പാഡ്, ബ്രേക്ക് ഡിസ്ക്. ഇനി ബാക്ക് സൈഡ് ആണ് പോകുന്നതെങ്കിൽ ഡ്രം വരുന്ന ടൈപ്പ് ആണെങ്കിൽ ഡ്രം, ബ്രേക്ക് ഷൂ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് കോസ്റ്റ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. എപ്പോഴും നമ്മൾ സർവീസ് സെന്ററിലേക്ക് ചെല്ലുന്ന സമയത്ത് അവർ നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5000 കിലോമീറ്റർ എങ്കിലും ഓടുമോ. അങ്ങനെ ഓടുമെന്നുണ്ടെങ്കിൽ അവർ ഇൻഫോം ചെയ്തിട്ട് വിടും. 10,000 കിലോമീറ്റർ ഓടാൻ ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവർ ഇൻഫോം ചെയ്യത്തില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബ്രേക്ക് പാഡ് എപ്പോഴൊക്കെ തീരാറായിട്ടുണ്ട് അല്ലെങ്കിൽ ഏകദേശം ഇത്ര കിലോമീറ്റർ ഓടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ നിങ്ങൾ അത് റീപ്ലേസ് ചെയ്തിരിക്കണം. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ വാഹനത്തിന്റെ ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സേഫ്റ്റിയുടെ തന്നെ വലിയൊരു ഘടകം തന്നെയാണ്. കാരണം വാഹനം സ്റ്റോപ്പ് ചെയ്യുക, സ്പീഡ് കുറയ്ക്കുക, അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നമ്മുടെ വാഹനത്തിന്റെ ബ്രേക്കിംഗ് സിസ്റ്റമാണ്. അതുകൊണ്ട് ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ ഒരു ഫെയിലിയർ വരാൻ വേണ്ടി നിങ്ങൾ അനുവദിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം കൊടുക്കരുത്. എപ്പോഴും നിങ്ങളുടെ വാഹനത്തിന്റെ ബ്രേക്കിംഗ് സിസ്റ്റം പക്കയാണെന്നുള്ളത് ചെക്ക് ചെയ്തിരിക്കണം. ഓരോ 5000 കിലോമീറ്റർ കൂടുമ്പോൾ നിങ്ങളുടെ വാഹനത്തിന്റെ ബ്രേക്ക് ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കണം. ഗ്രീസിംഗ് പോയിന്റ്സിലെല്ലാം ഗ്രീസ് ചെയ്യാനും വാഹനത്തിന്റെ ബ്രേക്കിംഗ് ഒരു കാരണവശാലും അത് ലോക്ക് ആവുക അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. എല്ലാം ഓക്കെ ആണെന്നുള്ളത് എപ്പോഴും നിങ്ങൾ കൺഫേം ആയിരിക്കണം. പ്രത്യേകിച്ച് ഒരു ലോങ് ഡ്രൈവോ കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇത് കൺഫേം ആക്കിയതിനു ശേഷം മാത്രം പോവാവുള്ളൂ.